നമസ്കാരം. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും എന്തുണ്ടാകും? സ്മാർട്ട് ഫോണുകൾ ഉണ്ടാകും. എന്നാൽ അതിലൂടെ അവർ പല ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തുറക്കുന്നു. ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ 14നും 16നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഏതാണ്ട് 76% പേർക്കും എന്തുണ്ട്? സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതിലും മുകളിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണം അത്യാവശ്യമാണ്. ഇത് ലോകരാജ്യങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ പാടെ നിരോധിക്കുന്ന ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് കൈയടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും സൈബർ ലോകത്ത് കുട്ടികളെ സംരക്ഷിക്കാൻ ഓസ്ട്രേലിയ കൊണ്ടുവന്ന ഈ കടുത്ത നിയമങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മെൽബണിൽ വെച്ച് മോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബൻസ് പങ്കെടുത്ത വേദിയിലായിരുന്നു മോദി ഈ നിലപാട് വ്യക്തമാക്കിയത്. സൈബർ ബുള്ളിംഗ്, ഓൺലൈൻ വഴിയുള്ള കെണികൾ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കുട്ടികളുടെ മാനസിക ആരോഗ്യം തകർക്കുന്നത് എന്നിവയാണ് തടയാൻ ലക്ഷ്യമിടുന്നത്. അതായത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഓസ്ട്രേലിയ പുതിയ നിയമം പാസാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്. അതായത് ഓസ്ട്രേലിയ പോലെ ഇന്ത്യയും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിരോധിക്കുമോ? എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ? ഇന്ത്യയിൽ ഇതിനോടകം തന്നെ ആ വിഷയത്തിൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അപ്പോ കർണാടക സർക്കാർ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് വിലക്കാനുള്ള ആദ്യ നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇതിന് സമാനമായ നിയമത്തെക്കുറിച്ച് ആലോചിക്കുന്നതായി ആന്ധ്രാപ്രദേശും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ നിയമത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിൽ നിന്നും ഒരുപാട് പഠിക്കുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഈ സ്ഥിതിക്ക്, അതായത് പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് എടുത്ത സ്ഥിതിക്ക് വൈകാതെ തന്നെ ഇന്ത്യയൊട്ടാകെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പൂട്ടുവീഴാൻ സാധ്യതകൾ ഏറെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ വേദിയിൽ നിന്ന് വലിയൊരു കയ്യടിയാണ് മോദി വാങ്ങിയത്. ഇന്ത്യയിലെ ഒരു പഴയ കണക്ക് ഉദാഹരിച്ചാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. സാധാരണ ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ടാണ് എന്ന്. എന്നാൽ ഒന്നിനൊപ്പം മറ്റൊന്ന് വന്ന് നിന്നാൽ അത് 11ആയി മാറുമെന്നും ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും നിൽക്കുന്നത് അതുപോലെയാണ് എന്നും നമ്മുടെ കൂട്ടുകെട്ട് രണ്ടിനും തുല്യമല്ല, 11ന് തുല്യമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതായത് വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ബഹിരാകാശം എന്നീ മേഖലകളിലെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് ഉയരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയുടെ വഴിയെ ഇന്ത്യ, അതായത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയ എടുത്ത അതേ നിയന്ത്രണം തന്നെ അധികം താമസിക്കാതെ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി ഇന്ത്യയിലെ കുട്ടികൾക്ക്, അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കടിഞ്ഞാൻ വിടുക തന്നെ ചെയ്യും.